ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. സോയാബോളാണ്. അത് വെള്ളത്തിലിട്ട് തിളച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പം തന്നെ അത് വെന്ത് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബീഫൊക്കെ വളർത്തുന്നത് പോലെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. തോരൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ, അതിനെന്തെന്നാ പ്രത്യേകിച്ചൊരു പേര് പറയാം. ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് വെള്ളത്തിലിട്ടേക്കാണ്. പിന്നീടുള്ളത് ചെന്നാക്കടലയാണ്, അതായത് വെള്ളക്കടലയില്ലേ, അതും വെള്ളത്തിലിട്ടു. അത് നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാനാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കി 1-2 കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ സോയാബോൾ അവിടെ എന്തായാലും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്, ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അതായത് ചോർപ്പിനകത്താണ് ഇട്ടേക്കുന്നത്, വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അതായത് പിഴിഞ്ഞ് കളയുന്നില്ല ഞാൻ. പിഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിഴിഞ്ഞ് കളയുന്നില്ല. വെള്ളം ആ ചോർപ്പിനകത്തോടെ പോകുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ തിരുമ്മി വെച്ചു. അപ്പോൾ അത് ശരിക്കും നമ്മൾ കറി വയ്ക്കാറാകുമ്പോഴത്തേക്കും അതിനകത്ത് അങ്ങോട്ട് ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ സവാള, പച്ചമുളക്, അതായത് നമ്മുടെ ഈ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് അരിഞ്ഞു വയ്ക്കുക. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചിലർ ഭയങ്കര ഡ്രൈ ആക്കി എടുക്കും, പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറൊരു കറിയും തന്നെ ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് സവാളയും കൂടെ അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ. നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ്, അതായത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്നൊരു ശീലം കൂടുതലായിരിക്കും അല്ലേ. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടാറുണ്ടോ? ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു 4:30, അപ്പോൾ ഡ്യൂട്ടിയൊക്കെ പോകേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-4:30 ആകുമ്പോൾ എഴുന്നേൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിയാകുമ്പോഴെങ്കിലും നമ്മൾ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അന്നത്തെ ദിവസം വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമാക്കി നമുക്ക് ആക്കിയെടുക്കാനും സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു വൈകി എഴുന്നേൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരുതരം ഒരു ക്ഷീണമൊക്കെ ആയിരിക്കും. ക്ഷീണമല്ല, ഒരു മന്ദത എന്ന് പറയത്തില്ലേ, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, വൈകി എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട്, അതായത് ഞാൻ എഴുന്നേൽക്കുന്നത് 4:30 ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കും കേട്ടോ. 4:15-4:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്ന വഴി തന്നെ നമ്മൾ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ആ ഒരു ഫ്രഷ് എയർ ശരിക്കും നമ്മുടെ ഫേസിലേക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടും. പോട്ടെ 4:30 അല്ല, 5 മണി 5:30 ആകുമ്പോഴെങ്കിലും നമുക്ക് എഴുന്നേൽക്കാമല്ലോ. ആ ഒരു സമയത്ത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ആ കിച്ചണിൽ കയറുക. അപ്പോൾ ആ രാവിലത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അതിനിടയ്ക്ക് ഞാൻ കറിയുടെ കാര്യം മറന്നുപോയി. നമ്മുടെ സോയാബോൾ റെഡിയാക്കാനായിട്ട് ഇതിനകത്തേക്ക് സവാള വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഈ വക സാധനങ്ങളെല്ലാം ഇട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. ഗരം മസാലയാണെങ്കിലും കുഴപ്പമില്ല. ഇത്രയും ചേർത്ത്, കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്ത് വെച്ചിരിക്കുന്നതാണല്ലോ, അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാവും. എന്നിട്ട് അത് ശരിക്കും വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു സോയാബോൾ ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് നന്നായിട്ട് ട്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ല, ഒരു കുഴമ്പൻ പരുവത്തിനിരിക്കുന്നതാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഇത് ഇപ്പം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഈ സോയാബോൾ ആ കുടിച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ വെള്ളത്തിലിട്ടാണല്ലോ വെച്ചിരുന്നത്, ഇതിനകത്തേക്ക് കണ്ട ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അത് കുറച്ചും കൂടെ ഒരു ഗ്രേവി പരുവത്തിലിരിക്കും. അതല്ല, ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അടച്ച് വെക്കാതെ അല്ലാതെ തന്നെ ഫ്രൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. വളരെ ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതി, ചോറിനാവട്ടെ, ചപ്പാത്തിക്കാവട്ടെ, അപ്പത്തിനാവട്ടെ, ഏതിൻ്റെ കൂടെയും അതങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. ഇനി നമ്മുടെ എന്താ പറയുക,
കടല വെള്ളത്തിലിട്ടത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഞാനിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ സാധാരണ ഈ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത് കേട്ടോ. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് നമ്മൾ ആദ്യം എടുത്ത സർവത്ര സാധനങ്ങൾ ഇതിനകത്തേക്ക് വേണം. അതുപോലെ തന്നെ ഈ മസാലക്കൂട്ടുകളും സെയിം തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഈ കടലയ്ക്കും ചെന്ന മസാലയ്ക്കും അതായത് സോയാബോളിനും സെയിം ഐറ്റംസ്, സെയിം പൊടികൾ ഇതെല്ലാമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ആണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും ഒഴിച്ചും 2 രീതിയിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു, രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം. നിങ്ങൾ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർന്നിട്ടുണ്ടാവും. ഇനി ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ വർക്കൗട്ട് നടക്കുന്നത് കാരണം, അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടതായത് കാരണം 5 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 4:15, 4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുന്നത്. കാരണം 5:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എക്സസൈസിന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ അതിന് മുന്നേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തീർക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആർക്കും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാതിയാണല്ലേ ലേഡീസിന്. വീട്ടിലെ പണികളും കഴിഞ്ഞ് പിള്ളേരെയും കഴിഞ്ഞ് കെട്ടുവാനെയും വിട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണ്, എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് ഒട്ടും തന്നെ സമയമില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി. അപ്പോൾ ആ ഒരു പരാതി തീർക്കാനായിട്ടും നമുക്ക് ഈ ഒരു സമയം ഉപകരിക്കും. അതായത് നമ്മൾ ആദ്യമേ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 10-15 മിനിറ്റെങ്കിലും നമ്മൾ മോർണിംഗിൽ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവതൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പോസിറ്റീവായിട്ട് വരാനായിട്ടുള്ളൊരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ്. നല്ലൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങുക. അതിനുശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ യൂട്യൂബും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലാതെയുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം, അതായത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഏർലി മോർണിംഗ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത്രയൊന്നും നമ്മൾ പുറകോട്ട് പോവണ്ട, ഈ ഒരു സമയത്തെങ്കിലും എഴുന്നേൽക്കുക. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണിത്, ഒരു സമയമാണിത്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ടും ഒക്കെ ഏറ്റവും നല്ലൊരു സമയമാണിത്. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ അതെല്ലാം ചെയ്ത് ഒരു മണിക്കൂർ, അതായത് നമ്മൾ സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാളും 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കിച്ചണിലേക്ക് കയറാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാവർക്കും വേണ്ടിയിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന സമയമാണ് ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ആ പറയുന്ന 1 മണിക്കൂർ. മെഡിറ്റേഷൻ ചെയ്യേണ്ടവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എക്സസൈസ് നിങ്ങൾ രാവിലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു ചേഞ്ച് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതെ മറ്റെവിടെയെങ്കിലും പോയി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും നമുക്ക്. ഈ രാവിലെ എഴുന്നേറ്റ് ചെറുപറയെന്നുള്ള ഓടിച്ചാടി നടക്കുന്ന പരിപാടികളും പണികളും നമുക്ക് തീരാണ്ട് വരുമ്പോഴും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു സംഭവം നമ്മളൊരു 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാകാൻ പറ്റും. കാരണം സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും, ഒരുപാട് സമയം നമുക്ക് ബാക്കി വരും. നേരത്തെ തന്നെ നമ്മുടെ വർക്കുകളൊക്കെ കഴിയുമ്പോൾ തന്നെ രാവിലത്തെ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു ഓടിച്ചാടിയുള്ള ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ അന്നത്തെ ദിവസം കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് പോവുക, പിന്നെ നമുക്ക് ചില സമയത്ത് നോക്കിയാൽ കാണാതെ വരിക, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ വരിക, ഹറിബറി ആയിരിക്കും ആകെ.
അപ്പോൾ ഈ നേരത്തെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു മാറ്റം വരും. ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് സമയം രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുന്നത് കൊണ്ട് ബാക്കി സമയങ്ങളിൽ നമ്മുടെ വീട് ഒരുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആ രാവിലത്തെ ഈ ഓടിപ്പിടച്ചുള്ള പരിപാടികൾക്കൊക്കെ ഒരു ശമനം വരികയും ചെയ്യും. ആ ഒരു സ്ട്രെസ്സ് നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് തന്നെ നമുക്കങ്ങോട്ട് മാറി കിട്ടുകയും ചെയ്യും. രാവിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനേ ഒന്ന് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കും ബീക്കുനും എൻ്റെ കൂടെ പോന്നേ പറ്റുള്ളൂ. അവധി ആയതുകൊണ്ട് അവരും കൂടെ ചാടിക്കയറി രാവിലെ തന്നെ പോകുന്നു കേട്ടോ. പോന്നു കഴിഞ്ഞ് എന്തിനാ പോരുന്നതെന്ന് അറിയാമല്ലോ, എന്തെങ്കിലും നമ്മൾ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്, എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അവരെ അവിടെ കയറ്റി നമുക്കൊരു ജംഗ്ഷനിലൊരു പുതിയ ബേക്കറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഷേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. മാളുവിനുള്ളത് നമ്മളെന്ത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള മിൽക്ക് ഷേക്ക് കുപ്പിയിലായിട്ടുണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ട് വന്നു. മമ്മി ഇതാ മസ്റ്ററിങ് കഴിഞ്ഞ് കണ്ണൊക്കെ മിഴിച്ച് വന്നിരിപ്പുണ്ട്. മമ്മിയുടെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, മസ്റ്ററിങ് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചോദിക്കിയതേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മമ്മിയും വന്നു. കുഞ്ഞിയും ബീക്കൂടെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ വാഷിംഗ് മെഷീൻ പഴയ വാഷിംഗ് മെഷീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്രിക്കാരുടെ അടുത്ത് പറയാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പപ്പ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആക്രിക്കാരനും വന്നു. അങ്ങനെ നമ്മുടെ ഈ ആക്രി സാധനം അങ്ങ് ഏറ്റിക്കൊണ്ട് പോയി എന്ന് പറയാം. അപ്പം ഞാനീ പറഞ്ഞത് പോണക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ആ ഒരു ദിവസം വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് സമയം ലാഭിക്കാനും എല്ലാം നമുക്ക് സാധിക്കുമെന്നേ. ആദ്യത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ചെയ്യാതിരിക്കുന്നൊരു കാര്യമാണല്ലോ, ഉറക്കക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം നിങ്ങളങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചെയ്യാതിരിക്കുന്ന, അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ദിവസങ്ങളിൽ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുമോ? ഇല്ലല്ലോ. അത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ കാർ പോർച്ചിൽ തന്നെ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ മുട്ടയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതാണ് മക്കളെ, ഇതിങ്ങനെ തലയിലേക്ക് ഓരോന്നും പപ്പും പൂടെയൊക്കെ ആയിട്ട് ചാടിച്ചുകൊണ്ടിരിക്കും ഇനി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.